എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗവുമായ KP രാമനുണ്ണി നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് സർ, കോഴിക്കോട്ടുകാരൻ കൂടിയായ അങ്ങ് MT എങ്ങനെയാണ് ഓർക്കുന്നത്? MTയെ ഞാനിപ്പോൾ പലയിടത്തും പറഞ്ഞ വാചകമാണ് എനിക്ക് ആദ്യം മനസ്സിൽ തോന്നുന്നത്. മഹാത്മജി മരിച്ചപ്പോൾ നെഹ്റു പറഞ്ഞു, ദി ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈവ്സ് എന്ന് പറഞ്ഞു. ആ ഒരു വാചകത്തിൻ്റെ അർത്ഥഭാരം മുഴുവൻ മലയാളി ഇന്ന് അനുഭവിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ മഹാജ്യോതിസ് മറഞ്ഞു പോയിരിക്കുന്നു എന്നതാണ്. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. കാരണം നമുക്ക് മലയാളിയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ ഒരു എഴുത്തുകാരനാകണം, എങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലിരിക്കണം, എങ്ങനെ ഒരു ചലച്ചിത്രകാരനാകണം എന്നതിൻ്റെ എല്ലാം മാതൃക കാണിച്ചു തന്ന് മലയാളിയുടെ വിജയത്തിൻ്റെ സാരഥിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. ആ MTയുടെ തിരോധാനം പകരം വയ്ക്കാൻ സാധിക്കാത്തതാണ് എന്ന് സാധാരണ പറയുന്ന വാചകങ്ങളിന് ഒതുങ്ങുന്നതല്ല. ഇത് നമ്മളെ ശരിക്കും അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഫെല്ലോഷിപ്പ് കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡൻറ്റിനോടും സെക്രട്ടറിയോടൊക്കെ പറഞ്ഞു. അപ്പോൾ കേന്ദ്ര സാഹിത്യക്ക് വേണ്ടിയിട്ട് റീത്ത് വയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ പോവുകയാണ്. കാരണം അത്രയ്ക്ക് ഇന്ത്യ ഒട്ടുക്ക് എല്ലാ എഴുത്തുകാർക്കും ഇത്രയധികം ആദരവ്, സ്നേഹം ലഭിച്ച, ദേശീയ തലത്തിൽ ലഭിച്ച ഒരു എഴുത്തുകാരൻ വേറെയില്ല. മഹാശ്വേതാദേവിയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. വരും തലമുറ എങ്ങനെയായിരിക്കും MTയെ ഓർമ്മിക്കുക? തീർച്ചയായിട്ടും പുതിയ തലമുറ അടക്കം വളരെ സ്നേഹാദരങ്ങളോടുകൂടിയാണ് MTനെ സമീപിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ സവിശേഷതയാണ്. മാത്രമല്ല ഓരോ തലമുറയെയും മനസ്സിലാക്കാനും അവരെ വളർത്തിയെടുക്കാനുമുള്ള ശേഷിയുണ്ട്. MT ശരിക്ക് മലയാളത്തിൻ്റെ അക്ഷരലോകത്തിൻ്റെ നിത്യയൗവനം തന്നെയാണ്. അദ്ദേഹം ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആകുന്നില്ല. പുതിയ പുതിയ കൃതികളെല്ലാം ലോകസാഹിത്യത്തിൽ വരുമ്പോൾ ആദ്യം വായിക്കുന്ന MT ആയിരിക്കും. മാർക്കേസിനെയൊക്കെ ആദ്യം വായിച്ച കേരളത്തിൽ MTയാണ്. ഇങ്ങനെ സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ ചെറുപ്പക്കാർക്കും കൂടിയും തങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായി മാറുന്ന ഒരു സിദ്ധി MTക്ക് ഉണ്ട് എന്നതാണ്. വായനയെ പറ്റി പറഞ്ഞപ്പോഴാണ് MT ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ വെക്കേഷൻ ആകുന്ന സമയത്ത് ലൈബ്രറി കാർഡുകൾക്ക് വേണ്ടിയിട്ട് സിഗരറ്റ് കൊടുക്കുകയായിരുന്നു കുട്ടികൾക്ക്, മറ്റുള്ളവർക്ക്. കാരണം കൂടുതൽ പുസ്തകങ്ങൾ എടുക്കാൻ വേണ്ടി, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും വലിയൊരു വായനയുടെ ഒരു വലിയൊരു മഹാമേരു തന്നെയായിരുന്നു MT. അതെ, MT സ്വയം നവീകരിക്കുകയാണ്. MT സ്വന്തം എഴുത്തിൻ്റെ ശൈലിയുടെ ഒന്നും തടവറയിൽപ്പെട്ടിട്ടില്ല എന്നാണ് MTയുടെ ഒരു വ്യത്യാസമായിട്ടുള്ളത്. MTയുടെ എഴുത്തിൽ തന്നെ നാലുകെട്ടും കാലവും ഒക്കെ കഴിഞ്ഞ് രണ്ടാമൂഴത്തിലെത്തുന്ന സമയത്ത് ഭാഷാപരമായിട്ട് വലിയൊരു മാറ്റമാണ്, കുതിച്ച് ചാട്ടമാണ് അദ്ദേഹം നടന്നത്. പിന്നെ ഉത്തരാധുനിക കാലത്തെപ്പോഴേക്ക് ഷെർലക് പോലെയുള്ള കഥകൾ എഴുതുമ്പോൾ സ്വയം മാറുകയാണ് MT കാലത്തിനനുസരിച്ച്. പിന്നെ അവനവൻ്റെ നാടിൻ്റെ തട്ടകം, അവനവന് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ കൃത്രിമമായിട്ട് അദ്ദേഹം ഒന്നും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ സ്വന്തം സംസ്കാരത്തെ, സ്വത്വത്തെ സ്ഥാപിക്കുമ്പോൾ തന്നെ സാർവലൗകികമായ മാനുഷിക പ്രശ്നങ്ങളെ, ധർമ്മസങ്കടങ്ങളെയാണ് അദ്ദേഹം എഴുത്തിൽ കൂടിയും ചലച്ചിത്രത്തിൽ കൂടിയും അഭിസംബോധന ചെയ്തിട്ടുള്ളത്.